ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ്റെയും മുന്നയുടെയും വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞിട്ട് വിവാഹ നിശ്ചയത്തിൻ്റെ ആ ഒരു ഇതാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതിൽ എനിക്കൊരു ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കമൻസ് വന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ അത് ജാസ്മിൻ്റെയും മുന്നയുടെയും വിവാഹ നിശ്ചയമല്ല, അത് അസ്ലാം ആർലിൻ്റെ വിവാഹ നിശ്ചയത്തിന് ജാസ്മി പോയതാണ്. ആ ഒരു വീഡിയോ ആണത്. അപ്പോൾ അതെനിക്ക് കറക്റ്റ് അറിയാതെയാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതിനാദ്യം തന്നെ ഞാൻ സോറി ചോദിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ അഫ്സലി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജാസ്മി പറയുന്നത്, അവർ കുറേ മീഡിയസ് ചോദിക്കുന്ന സമയത്ത് ജാസ്മി പറയുന്നത് എൻ്റെ കല്യാണം ഉറപ്പിച്ചു, മുന്നൊക്കെയാണ് വരൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത് തന്നെ അഫ്സലും കണ്ടു. അപ്പൊ ഞാൻ പറയുന്നത് അഫ്സൽ ഇതിനു മുമ്പും പരിചയം ഉണ്ടായിരുന്നോ, ഫ്രണ്ടായിരുന്നോ എന്നുള്ളതാണ് ഞാൻ അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ പറയുന്നത്, ഇവർ നിശ്ചയം കഴിയുന്ന സമയത്തും ഇവരുടെ ഇവളുടെ ഫ്രണ്ട് ആയിരുന്നോ, അതോ ആ സമയത്ത് തന്നെ അഫ്സലുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് ഞാൻ അതിൽ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിൽ കാണുമ്പോൾ ആരാണെങ്കിലും പറഞ്ഞു. അപ്പൊ അത് അവൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, മുന്നൊക്കെയായിട്ട് വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്, അടുത്ത വർഷം തന്നെ കല്യാണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് 8-9 മാസം മുന്നേ ഉള്ളതാണ്. അസ്ലാം ആർലിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 9 മാസം അല്ലെങ്കിൽ 10 മാസം ആയിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്തുള്ള ഒരു ഇതാണ്, വെഡിങ് റിസപ്ഷന്റെ എന്തോ ആ ഒരു ഇതിലാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ അതിലെനിക്ക് കുറെ കമന്റ്സ് വന്നു. എന്തൊക്കെയോ തള്ളേ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, പിന്നെന്താണ് നിങ്ങൾക്ക് വേറെ പണിയില്ലേ, പരട്ട തള്ളേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പരട്ട തള്ളേന്നുള്ളതൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവരിനെ പോയി വിളിക്കട്ടെ. അപ്പം എന്നെ അങ്ങനെയുള്ള ഇതൊന്നും വിളിച്ച് അതിശയിപ്പിക്കണ്ട. അപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് അതിനുള്ളതായിട്ട് വരും. നമ്മൾ ഓരോ ഇത് കാണുമ്പോൾ അതിനനുസരിച്ച് ഇത് ചെയ്യണം. അപ്പം അത് അല്ലാതെ അതിൻ്റെ ഇതായിട്ട് അന്വേഷിച്ച് പോയി നമ്മൾ കണ്ടെത്തിയിട്ടൊന്നും അല്ല നമ്മൾ ഓരോ വീഡിയോസുകളും ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന കുറച്ച് അറിവുകൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോകൾ ചെയ്യുന്നത്. എന്തായാലും ജാസ്മിയെ എല്ലാവരും പതിവൃതയാക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അവളൊരു പെണ്ണല്ലേ എന്നൊക്കെയാണ് പറഞ്ഞത്. അവളൊരു പെണ്ണാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടുന്നത് കണ്ടാൽ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് വഴിതെറ്റിപ്പോയ പോലെയാണ് ഇപ്പോൾ എനിക്ക് വന്ന കമൻസൊക്കെ. അപ്പോൾ അതിലിങ്ങനെയുള്ള കമൻസ് ഇടുന്നവർ ആദ്യം സ്വയം നന്നായി, എന്നിട്ട് എന്നെ നന്നാക്കാൻ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. അപ്പം അങ്ങനെയുള്ള കമൻസൊക്കെ വന്നിട്ട് എന്നെ ഇതാക്കാനൊന്നും നോക്കണ്ട. പരട്ട തള്ള, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, കണ്ണി കണ്ടതൊക്കെ വിളിച്ച് പറയുന്നത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നതാണ്. എനിക്ക് പണിയൊക്കെ ഉണ്ട്. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഇതിന് വന്നിരിക്കുന്നത്. അല്ലാതെ എൻ്റെ പണി നിങ്ങൾ ഈ പറയണ ആരും വന്ന് ചെയ്തൊന്നും തരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ ഒരു കണ്ടപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ മുന്നയും ജാസ്മിയും തമ്മിലുള്ള വിവാഹവും നിശ്ചയമല്ല, അസ്ലാം ആർലിൻ്റെ വെഡിങ് റിസപ്ഷൻ വന്ന ആ ഒരു വീഡിയോ ആണ്. അതിലെനിക്ക് ഞാൻ പറയുമ്പോൾ മുന്നൊക്കെ ആയിട്ടുള്ള വിവാഹ നിശ്ചയം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലെനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റുപറ്റി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണില്ല, അത് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാഡ് കമൻറ്റ്സ് ഇടുന്നവർ ഒന്ന് സൂക്ഷിക്കും. നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ട. വെറുതെ ഇങ്ങനെയുള്ള കമൻറ്റ്സ് ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. അപ്പോൾ കുറേ പേര് വന്നിട്ട് ഞാൻ പേരും പറയുന്നില്ല, ഇതിൽ മെൻഷൻ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ എന്തിനു പറഞ്ഞിട്ട് കാര്യം. ഇതിന് മുമ്പ് ഞാനിങ്ങനെ കുറേ മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ വീണ്ടും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പറയുന്നില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബായ്.